സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴയിൽ നടക്കുമ്പോൾ തെക്കൻ ആര്യാട് ഗവൺമെന്റ് BVSD LP സ്കൂളിൽ വിദ്യാർത്ഥികൾ എത്തുന്നത് പരാധീനതകൾക്ക് നടുവിലാണ്. ഇവിടെ ഉണ്ടായിരുന്ന സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കിയിട്ട് 3 വർഷം പിന്നിടുകയാണ്. പുതിയ കെട്ടിട നിർമ്മാണം അടിത്തറ കെട്ടി ഉപേക്ഷിച്ച മട്ടാണ്. ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം. നാട്ടിലെങ്ങും സ്മാർട്ട് ക്ലാസ് റൂം എന്ന് വീമ്പിളക്കി പ്രവേശനോത്സവം ആഘോഷമാക്കുമ്പോഴാണ് ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ തന്നെ തെക്കനാരിയാട് ഗവൺമെന്റ് BVSD LP സ്കൂളിലെ ടിൻഷീറ്റിട്ട മറച്ചുകെട്ടിയ ഭിത്തികളില്ലാത്ത ഷെഡിലെ ക്ലാസ് മുറിയിലേക്ക് കുരുന്നുകുട്ടികൾ എത്തുന്നത്. സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ബലവത്തായ കെട്ടിടം പൊളിച്ചു നീക്കിയിട്ട് 3 വർഷം കഴിഞ്ഞു. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പ്രാഥമിക ഘട്ടത്തിൽ നിലച്ചതോടെ അവിടമാകെ കാടുകയറി കിടക്കുന്നു. വിഷജീവികളുടെ ആക്രമണം ഭയന്നാണ് നിലവിൽ കുട്ടികൾ ഇവിടേക്ക് എത്തുന്നത്. 3 വർഷമായിട്ടും അടിത്തറയിൽ മാത്രം നിർമ്മാണം പ്രവർത്തനം ഒതുങ്ങുകയാണ്. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാകുമ്പോൾ സാധാരണക്കാരായ കയർ ഫാക്ടറി തൊഴിലാളി മത്സ്യത്തൊഴിലാളികളുടെ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ കുട്ടികൾ ഇരിക്കുന്ന സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരു വെള്ളപ്പൊക്കം ബാധിക്കുന്ന പ്രദേശത്തെ ജനങ്ങളെ താമസിപ്പിക്കുന്ന ഒരു ഷെൽട്ടറിൽ ആണ് 3 ക്ലാസ് റൂം നടക്കുന്നത്. ബാക്കി ഷീറ്റിട്ട 2 ഷെഡുകളിലാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. ഇടുങ്ങിയ ക്ലാസ് മുറികളും മറ്റു കാര്യങ്ങളും. പിന്നെ പുറകുവശം കാട് പിടിച്ച് കിടക്കുകയാണ്. പാമ്പും പഴുതാരിയൊക്കെ കയറി വരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഒരു സുരക്ഷിത ബോധവും ഇല്ലാത്ത പിന്നെ LP സ്കൂളിലുള്ള കുഞ്ഞുങ്ങളാണെന്നുള്ള ഒരു ബോധമില്ലാതെയാണ് വിദ്യാലയം തുറക്കാൻ പോകുന്നത്. ആര്യാട് പഞ്ചായത്തിലെ ഏക LP സ്കൂളിനാണ് ഈ ദുരവസ്ഥ. സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. 250-ലധികം കുട്ടികൾ പഠിക്കുന്ന അപൂർവം ഗവൺമെന്റ് LP സ്കൂളിലൊന്നാണ് ഇത്. വളരെ നല്ലൊരു കെട്ടിടമായിരുന്നു കിഴക്കോട്ട് ഞാൻ തെക്കോടെ കൊണ്ടായിരുന്നു. അന്ന് മെയിൻ്റനൻസ് ചെയ്തെടുത്താലും 1 വർഷം മതിയാവുമായിരുന്നു. പക്ഷേ അത് മൊത്തത്തിൽ പൊളിച്ചു. ഉടനെ ശരിയാകും, 1 വർഷത്തിനുള്ളിൽ ശരിയാകും എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ 3 വർഷമായി ഈ ഒരു അവസ്ഥയിലാണ്. ഞങ്ങൾ പറയാമെന്നുള്ളത് പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ട് തീരുമാനം ഉണ്ടായിട്ടില്ല. ഈ സ്കൂളിനോടുള്ള സർക്കാരിൻ്റെയും ജനപ്രതിനിധികളുടെയും പ്രതികരണത്തിലാണ് പ്രവേശനോത്സവത്തിലെ പ്രഖ്യാപനത്തിനപ്പുറം വിദ്യാഭ്യാസ മേഖലയോടുള്ള സർക്കാർ സമീപനം പ്രകടമാകുന്നത്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്ന് വീമ്പ് പറഞ്ഞ് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആഘോഷമാക്കുമ്പോൾ ഈ ആഘോഷം നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തായ ആര്യാട്ടെ ഏക ഗവൺമെൻറ് LP സ്കൂളിൻ്റെ ദുരവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.